ആ അസറ്റ് 10 കോടി രൂപ ബാങ്കിൽ കിടപ്പുണ്ട്. നമ്മള് കള്ളനാണ്, കാട്ടുകോഴിയായിട്ട് നടക്കുന്നവനാണെങ്കിൽ ആ ബാങ്കിൽ കിടക്കുന്ന പൈസ നമ്മുടെ അതാരെങ്കിലും തട്ടിയെടുത്തുകൊണ്ട് പോകത്തേ ഉള്ളൂ നമ്മുടെ മരണശേഷം. അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വേണേലും തട്ടിക്കൊണ്ട് പോകും. പക്ഷേ നമ്മളിലുള്ള നന്മകളുണ്ടല്ലോ, നല്ല നല്ല ചിന്തകളുണ്ടല്ലോ, അതാണ് നമ്മുടെ അസറ്റ്. അപ്പൊ തന്റെ ബിസിനസ്സിലൂടെ താൻ നന്മയാണ് ചെയ്തതെങ്കിൽ അത് വലിയൊരു അസറ്റാ. ആ അസറ്റിനൊക്കെ തനിക്ക് തീർച്ചയായിട്ടും ബെനിഫിറ്റ് കിട്ടും, സമൂഹത്തിൽ സ്നേഹം കിട്ടും, മാന്യത കിട്ടും. അതൊക്കെയല്ലേ നമുക്ക് ആവശ്യം. നമുക്ക് ആക്ച്വലി ശരിക്കും എന്താ ആവശ്യം? സോളമൻ എന്ന് പറഞ്ഞൊരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, നിനക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ജ്ഞാനം മാത്രം മതി എന്നാ പറഞ്ഞത്. ജ്ഞാനിയായ സോളമൻ, ദാവീദിന്റെ പുത്രൻ, ജ്ഞാനിയായ സോളമൻ, ജ്ഞാനം മാത്രം മതി എന്നാണ്. അറിവാണ്, അതാണ് യഥാർത്ഥത്തിൽ ധനം. അപ്പൊ അതുകൊണ്ട് നമുക്ക് ടൈം പോയി തനിക്കിപ്പോ ഓക്കെ, തൻ്റെ മകനെ ഞങ്ങൾ നേരെ PhD കൊടുത്തു, അല്ലെങ്കിൽ വേറെ എന്നെങ്കിലും എഞ്ചിനീയർ ആക്കി. എന്നിട്ട് അവൻ എന്നെ ഇത് പണ്ട് ഇവിടെ സുനാമി വന്നപ്പോഴത്തേക്ക് ഒരു അമ്പലപ്പുഴയുള്ള ഒരു മുക്കവൻ, അവന് വളർന്ന് കുറച്ച് മിടുക്കനായിരുന്നു. അവന് അവിടുന്ന് പോയി ഇവിടെ പോയി മീൻ എടുക്കാൻ ലോറിയെ പോയി വിശാഖപട്ടണത്ത് പോയി. വിശാഖപട്ടണത്ത് പോയപ്പോൾ അവൻ നോക്കിപ്പോ അവിടെ ഭയങ്കര ബിസിനസ്സാണ്, മീൻ മേടിക്കുന്നു, കൊടുക്കുന്നു, കമ്മീഷൻ കിട്ടും, അതെ ഇത്. അവന് തിരിച്ചു വണ്ടിയെ പോകുന്നില്ല. ഇവിടുന്ന് മീനുമായിട്ട് വിശാഖപട്ടണത്ത് പോയവനാ. അവൻ അവിടെ നിന്ന് മീൻ എടുക്കുക, വിൽക്കുക, മറിച്ച് അവൻ കോടീശ്വരനായി. അവന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2005 സുനാമി അമ്പലപ്പുഴ കടപ്പുറം മുഴുവൻ തകർത്തു എന്നൊക്കെ പറഞ്ഞു. ഇത് കണ്ട അവന്റെ മെർസിഡീസ് ഓടിച്ച് അവന് അമ്പലപ്പുഴ വന്നു. ഇത് ട്രൂ സ്റ്റോറിയാ കേട്ടോ. കാരണം അവിടെ ഞങ്ങള് 20 വീടുകൾ പണിതു കൊടുത്തായിരുന്നു റോട്ടറിന്ന്. അപ്പൊ അതിന്റെ പ്രോജക്ട് ചെയർമാൻ ഞാനായിരുന്നു. അപ്പൊ ഞങ്ങളവിടെ ചെന്നപ്പോ കേട്ട കഥയെ. അപ്പൊ ഇയാള് വന്നിങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് കടപ്പുറത്ത് വീടുകൾ എല്ലാം കുടിലുകളാണ്, ഒന്നുമില്ല, വെറും മണ്ണ് മാത്രം. 1-2 വള്ളങ്ങൾ ഇങ്ങനെ കമത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ വള്ളം പോയിട്ടില്ല, ബാക്കി വെള്ളമൊക്കെ പോയിട്ടുണ്ട്. ഇയാൾക്ക് ഭയങ്കര സങ്കടമായി. ഗ്രാമം മുഴുവൻ ഇവന്റെ വീടൊക്കെ പണ്ട് നിന്ന് അച്ഛൻ കൊണ്ട് കാണിച്ചിട്ടുണ്ട്, ഇവനെ അറിയാമല്ലോ തലയോടാന്ന്. പക്ഷെ ഈ അമ്പലപ്പുഴയാണെന്നറിയാം. അപ്പൊ അവന് അവിടെ നോക്കിയപ്പോഴത്തേക്ക് ഈ കമത്തി വെച്ച വള്ളത്തിന്റെ വെയിലിന്റെ ഷെയ്ഡില് ഒരുത്തൻ കിടന്ന് ഉറങ്ങുന്നു. അപ്പം ഇയാൾ അയന്റെ ഒരിക്കലോട്ട് തരുന്നത്, സത്യം പറഞ്ഞാൽ അവൻ ഉറങ്ങുകയല്ല, അവൻ ബീഡിയും വലിച്ച് കിടക്കുക കടലോട്ട് നോക്കി. കാരണം ഈ പോയവരുടെ വള്ളം വരും, വല വലിക്കാൻ ആള് വേണം. അപ്പൊ ഇതിലൊരുത്തനായിരിക്കും ഇവൻ എന്ന് കിടക്കുക. അപ്പൊ ഇയാൾ അടുത്ത് ചെന്ന് വെച്ച് പറഞ്ഞു, ഇവിടെ സുനാമി ഭയങ്കരമായിട്ട് അല്ലേ, നമ്മളെ എല്ലാം തകർത്ത് കളഞ്ഞല്ലേ. അങ്ങനെ ഇപ്പൊ ഇയാളുടെ മനസ്സിൽ എന്നാന്ന് ചോദിച്ചാൽ ഒരു വള്ളോ വലയോ ഒക്കെ മേടിച്ചു കൊടുക്കാൻ വല്ല 5-6 ലക്ഷം രൂപ മുടക്കാൻ തയ്യാറായിട്ട് ഇയാൾ വന്നിരിക്കുന്നത്. ഇപ്പൊ വലിയ സെന്റിമെന്റിലാണ് ഇയാൾ ഇവനോട് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് വീടൊക്കെ നഷ്ടപ്പെട്ടു സാറേ, ഇപ്പൊ എന്നാ ചെയ്യുന്നത്? ഇപ്പൊ എന്നാ ഇങ്ങനെ വള്ളം പോവും, വള്ളത്തെ വല്ലപ്പോഴും പോകും. കാരണം ഇപ്പൊ വള്ളം അധികം ഇല്ലല്ലോ, വള്ളവും തകർന്നു പോയല്ലോ. ഉഫ്, നിങ്ങളിങ്ങനെ കിടന്നാൽ ശരിയാകത്തില്ലല്ലോ, നിങ്ങളും കടലിൽ പോകണ്ടേ, എന്നാലല്ലേ നിങ്ങൾക്ക് പണം ഉണ്ടാക്കാൻ പറ്റും. ഒന്നാമത് ജീവിക്കാൻ വഴിയില്ല കിടക്കുക. ഇയാളെ എഴുന്നേറ്റ് ബീഡിയൊക്കെ കളഞ്ഞു. എന്ന് ചോദിച്ചാൽ ആക്ച്വലി നിങ്ങളുടെ പ്രശ്നം എന്താന്ന് ചോദിച്ചു. അയാളോട് ചോദിച്ചു, ഇവനറിയാതെ പറഞ്ഞു പോയത് അയാളോട്. അല്ല, ഞാൻ പറഞ്ഞത് നിങ്ങളിങ്ങനെ വള്ളമായിട്ട് പോയാൽ മീനൊക്കെ ഓക്കെ, ഞാൻ ഇപ്പൊ മീൻ പിടിച്ചോണ്ട് പോകുന്നു. എന്നിട്ട് തന്നെ മീൻ പിടിച്ചോണ്ട് പോയാൽ നിങ്ങൾക്ക് കാശൊക്കെ കിട്ടത്തില്ല, മീൻ വിറ്റ് കാശൊക്കെ കിട്ടത്തില്ല. എന്നിട്ട് എന്ത് ചെയ്യും? നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീടൊപ്പം പണിയാൻ പറ്റത്തില്ലേ? സ്വന്തമായിട്ടൊരു വള്ളവും ഒലയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റത്തില്ലേ? ശരി, ഇതെല്ലാം കിട്ടി. എന്നിട്ട് തന്നെ സന്തോഷമായിട്ട് ജീവിക്കരുതോ? അതിന് എനിക്കിപ്പോഴും സന്തോഷത്തിന് കുറവൊന്നും ഇല്ലല്ലോ സാറേ. ഞാൻ അന്തസ്സായിട്ട് വീഡിയോ വലിച്ച് കടലിലോട്ട് നോക്കി എനിക്കിപ്പോ സന്തോഷത്തിന് ഒരു കുറവില്ലല്ലോ, സാറിനെ പറ്റി എന്ന് പറഞ്ഞ അയാള് അവിടെ വേറെ ആരണ്ടോടൊക്കെ ചെന്ന് പറഞ്ഞു വെച്ചാൽ അയാൾ പൊക്കള, ഞാൻ 5 പൈസ മുടക്കില്ലെന്ന് പറഞ്ഞു. അഹങ്കാരികളായി ഈ കടപ്പുറത്ത് കിടക്കുന്നത്. അതുകൊണ്ട് അയൽമാർക്ക് അത് കഴിഞ്ഞാണ് ഞങ്ങൾ വീട് വെക്കാന്ന് പറഞ്ഞ് റോട്ടറിക്കാരാന്ന് പറഞ്ഞു ചേർത്തത്. അപ്പൊ അവര് വളരെ വിനയത്തോടുകൂടി ഞങ്ങളോട് സംസാരിച്ചു. അപ്പൊ വിനയം കൂടിയപ്പോ ഞാൻ ചോദിച്ചു, ഈ ഇല്ലായ്മ വന്നാ മനുഷ്യന് വിനയം വരും സാറേ, ഞങ്ങൾക്ക് അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്, ഒരുപാട് പേര് വരുന്നുണ്ട്, ഞങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല ആരാ എന്നാന്നൊന്നും അറിയാൻ. അയ്യോ. അപ്പൊ ചുരുക്കത്തില് ഇങ്ങനെയൊക്കെയാണ് അതിന്റെ സംഭവം. നമ്മുടെ ജീവിതത്തിൽ സുഖോ ദുഃഖോ എന്നുള്ളത് ഇപ്പൊ ലത്തീഫിന് അറിയാൻ പറ്റത്തില്ല എന്റെ ജീവിതത്തിൽ ഞാൻ എത്രമാത്രം സന്തോഷവനാണ്. എനിക്ക് ലത്തീഫിനെ അറിയാൻ ഒക്കത്തില്ല എത്രമാത്രം സന്തോഷം. അയാൾ ഭയങ്കര സന്തോഷമായിട്ട് ജീവിക്കായിരിക്കും. പക്ഷെ ഞാൻ നോക്കുമ്പോൾ പാവം
വെയിലത്ത് കിടന്ന് കഷ്ടപ്പെടുന്നു, അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു എന്നൊക്കെയാ നമ്മുടെ ധാരണ. നമ്മളുടെ മറ്റുള്ളവരെ കുറിച്ചുള്ള ചിന്താഗതികൾ 100% ശരിയാകണമെന്ന് നിർബന്ധമില്ല. അത് നമ്മുടെ അറിവില്ലായ്മയാണ്. ഓരോരുത്തരുടെ ഹൃദയത്തിൽ കുടിലിൽ താമസിക്കുന്ന ഒരു വീട്ടിലെ ഒരു കർഷക തൊഴിലാളിയുടെ വീട്ടിൽ ദുഃഖമായിരിക്കുമെന്ന് എന്നെ പോലെയുള്ള ഒരുത്തൻ എറണാകുളത്ത് നിന്ന് വലിയ എയർ കണ്ടീഷൻ വണ്ടി ഓടിച്ച് അവിടെ ചെല്ലുമ്പോൾ അവര് ഭയങ്കര സന്തോഷം, അടിച്ച് പൊളിച്ച് ജീവിക്കിച്ചോണ്ടിരിക്കുക അവര്. നമ്മൾ പറയുന്നത് കുടിലിൽ താമസിക്കുന്ന കഷ്ടമാ മറ്റാ, ഒരു വാഴയ്ക്കായില്ല. നമ്മളെക്കാൾ സന്തോഷമാണ്, നമുക്കാ ടെൻഷൻ കൂടുതൽ. അപ്പൊ അതുകൊണ്ട് ഈ നമ്മളുടെ മനസ്സിന്റെ സെറ്റപ്പാണ് യഥാർത്ഥത്തിൽ ദുഃഖവേദ സുഖവേദ നമ്മൾ തന്നെ നമ്മൾ സ്വയം തിരിച്ചറിയണം. നമ്മൾ സന്തോഷമുള്ളവന്റെ ഗുണം എന്നാണെന്നറിയാം. ഇപ്പം 100-ന്റെ ഒരു ബൾബ്, അതിലേക്ക് കറണ്ട് കൊടുത്തില്ല ബൾബ് കത്തത്തില്ല, അപ്പൊ ഇരുട്ടാ. നമ്മൾ സന്തോഷവാനാകുമ്പോഴത്തേക്ക് അത് കറണ്ടാണ്, ഒരു തരം കറണ്ടാണ് സന്തോഷം എന്നുള്ള ഭാവം. അപ്പൊ നമ്മൾ പ്രകാശിക്കുമ്പോൾ എന്ത് സംഭവിക്കും? സമൂഹത്തിനും പ്രകാശം, നമ്മളിങ്ങനെ തിളങ്ങി വിളങ്ങി നിൽക്കും. എപ്പോഴും സന്തോഷവാനായിട്ടിരിക്കാൻ ശ്രമിക്കണം. താങ്ക് യു. ഞാന് കുറെ നേരമായിട്ട് ഇത് വണ്ടിയിലൊക്കെ ഇതിങ്ങനെ കേട്ടോണ്ടിരിക്കുക. സാറെ ഫോട്ടോയിൽ ഇങ്ങനെ കണ്ടതല്ലാതെ എന്തായാലും കണ്ടതിൽ വളരെ സന്തോഷം. ദൈവം ഒരുപാട് ആരോഗ്യം, സന്തോഷം എല്ലാം ദൈവം തമ്പുരാൻ സാറിന് തരട്ടെ. സാറിന്റെ എല്ലാ വോയിസും ഞാൻ ലൈക്ക് അടിക്കാറുണ്ട്, കേൾക്കാറുണ്ട്. ഞാന് എന്റെ വീട് അരീക്കോടാണ്, മലപ്പുറം. ഞാന് അബുദാബിയിലാണ് വർക്ക് ചെയ്യാണ്. ഇവിടെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ആയിട്ട് ഞാനും ഫാമിലിയും. ഗെറ്റ് ടുഗദറിന്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ, എന്തായി? ഗെറ്റ് ടുഗദർ നമ്മുടെ ഷോപ്പിംഗ് കോംപ്ലക്സ് ഒന്ന് ഉദ്ഘാടനം ആവട്ടെ, നമുക്ക് ചെയ്യാം. അതിന്റെ SCP വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ഇന്ന് സ്റ്റാർട്ടായി. SCPയുടെ ഷീറ്റുകൾ വെക്കല്. ആ ഒരു സന്തോഷം ഒന്നുണ്ട്. പക്ഷെ മഴ കുറച്ച് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ആ ഒരു വിഷമേ ഉള്ളൂ. അത് കുഴപ്പമില്ല, നാളെ മാറുമല്ലോ. അതൊക്കെ മഴ പ്രകൃതിയുടെ കൂടല്ലേ നമ്മൾ ജീവിക്കേണ്ടതും വളരേണ്ടതും. അപ്പൊ അതൊന്നുമല്ല, മഴയുള്ളപ്പോഴത്തേക്ക് മഴയില്ലാത്ത സമയം നോക്കി ചെയ്യുക. ഇവിടെ ഞങ്ങൾക്ക് ഇപ്പം സോളാറുകാർക്ക് ഒരു പ്രശ്നമായി മഴ വരുന്നത്. വീടിന്റെ മുകളിൽ കയറി ഫാബ്രിക്കേഷൻ വെൽഡിംഗ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് മഴയാണ് വലിയ പാട്. ഇപ്പൊ ഇന്നലെ 4 പിള്ളേർ പോയിട്ട് തിരിച്ചു വന്നു. വെറുതെ സാറേ ഒന്നും പിടിപ്പിക്കാൻ പറ്റില്ലെന്ന്, മഴയല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നു. സന്തോഷം. കാര്യം ഞാൻ പറയാൻ വരികയായിരുന്നു, അപ്പോഴാണ് സാറ് പറഞ്ഞത്. ഗെറ്റ് ടുഗദറിന്റെ കാര്യം ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു, അപ്പോഴേക്കും സാറ് ചോദിച്ചു എന്ന് പറയാ. എല്ലാരും ഒന്ന് കാണുക ഒക്കെ ചെയ്യുന്ന ഒരു സന്തോഷമായിരിക്കുമല്ലോ. അല്ല, കഴിഞ്ഞോണ ലത്തിഫായി നടത്തിയത് ഭയങ്കര സക്സസ് ആയിരുന്നല്ല ഞാൻ കേട്ടത്. അല്ല, നമ്മളെ അതിൽ പങ്കെടുക്കാൻ പറ്റിയില്ലായിരുന്നു. ഇത്തവണ അയാള് എറണാകുളമാണെന്ന് എന്നോട് പറഞ്ഞത്. ആണോ? എറണാകുളത്തായ എല്ലാവർക്കും ഒന്നിച്ച് വരാമല്ലോ. അറ്റത്തുനിന്നുള്ളവർക്കും മധ്യത്തുനിന്നുള്ളവർക്കും തീരെ തെക്കുന്നുള്ളവർക്കും. അതെ, എറണാകുളത്ത് വെച്ചാൽ നല്ലതായിരിക്കും. അതിന്റെ കൂടെ ഞാൻ ലത്തീഫ് ഭായിനോട് ഒരു കാര്യം ഓർമ്മിപ്പിക്കുക. കാരണം നമ്മളെ ഗ്രൂപ്പിൽ ഒരുപാട് ബിസിനസ് മോഹമായിട്ട് നടക്കുന്നവരും ഉണ്ട്, ബിസിനസ് ചെയ്യുന്നവരും ഒക്കെ ഉണ്ട്. നമുക്കൊരു ചെറിയൊരു ഏഞ്ചൽ ഫണ്ടിങ് എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യത്തെ കുറിച്ചൊക്കെ ആലോചിക്കാൻ പറ്റുമെന്ന് ഞാനൊരു സജഷൻ വെക്കുകയാണ്. ഈ ഫണ്ടിങ് ഇല്ലാത്ത ബുദ്ധിമുട്ടുന്ന കുറെ ആളുകളുണ്ട്. നല്ല ജെന്യൂൻ ആയിട്ടുള്ള, സാർ പറഞ്ഞ പോലെ ജെന്യൂൻ ആയിട്ടുള്ള ബിസിനസ് മോഡലും പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളതാണെങ്കിൽ ചെറിയ രീതിയിലൊരു ഏഞ്ചൽ ഫണ്ടിങ് എന്നുള്ള ഒരു സ്റ്റാർട്ടിങ് ഫണ്ട് ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സംരംഭം ആലോചിക്കാൻ പറ്റുമെന്ന് ചോദിക്കാം. ഏഞ്ചൽ ഫണ്ടുകാർ പറഞ്ഞു, അല്ലാതെ നമ്മളുടെ കൂട്ടത്തിലുള്ളവരല്ല അത് ചെയ്യേണ്ടത്. ഏഞ്ചൽ ഫണ്ടുകാരുണ്ട് ലോകത്തിൽ, ഇഷ്ടം പോലെ ഏഞ്ചൽ ഫണ്ടുകാരുണ്ട്. പക്ഷെ നമ്മുടെ സെക്കൻഡ് ഗ്രൂപ്പില് ഏഞ്ചൽ ഫണ്ട് ചെയ്യുന്ന ആള് രവീന്ദ്രൻ സാറുണ്ട്. അദ്ദേഹം സെക്കൻഡ് ഗ്രൂപ്പിലുണ്ട്. അദ്ദേഹത്തിനെ സമീപിച്ച കൃത്യമായിട്ട് അവരെ പിച്ചിലൊക്കെ അവതരിപ്പിച്ച അവരൊരു ടീം ഇരുന്ന് കേൾക്കുകയും ചെയ്യും. അവർക്ക് പെർഫെക്റ്റ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഏഞ്ചൽ ഫണ്ട് ചെയ്യുകയും ചെയ്യും. അദ്ദേഹത്തെ ബന്ധപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാക്കാം. പക്ഷെ സാറ് ഇപ്പോ ജോർജ് സാറ് പറഞ്ഞ പോലെ കൃത്യമായ ഒരു മാനിഫെസ്റ്റോ ഉണ്ടായിരിക്കണം, ഒരു തിരക്കഥ തന്നെ ഉണ്ടായിരിക്കണം, ഒരു പ്രൊജക്ട് റിപ്പോർട്ട് എല്ലാം ഉണ്ടായിരിക്കണം. അതെ. അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ടീമൊക്കെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹമായിട്ട് ബന്ധപ്പെടുത്തുന്ന ഒരു മടിയില്ല. പക്ഷെ അദ്ദേഹം നമ്മുടെ ഗ്രൂപ്പിലെ ഒരു കോമൺ ആയിട്ടുള്ളൊരു ഈ ചർച്ച പോലെ ആവില്ല. അവര് സ്റ്റേജിൽ കയറ്റി നിർത്തിയിട്ട് പറയിപ്പിക്കും. അതിലവർക്ക് ഇഷ്ടം ഉണ്ടാവണം ആ ബിസിനസിനെ പറ്റി. ഇതിന്റെ ഒരു കാര്യം ഞാൻ പറയാം.
സ്വന്തമായിട്ട് ബിസിനസ് സക്സസ്ഫുൾ ആയിട്ട് നടത്തുന്നവനൊന്നും ഇങ്ങനെയുള്ള ഗ്രൂപ്പിലേക്ക് പെട്ടെന്നൊന്നും വീഴത്തില്ല. മനസ്സിലായോ? മുത്തൂറ്റിന്റെ ആരെങ്കിലും ഏതെങ്കിലും ഇങ്ങനെയുള്ള ഗ്രൂപ്പ് വന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല, വരത്തില്ല. അങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് ബിസിനസ് നടത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരൊന്നും ഇങ്ങനെയുള്ള പബ്ലിക് ഫോറത്തിൽ വരത്തില്ല. അവർ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് ഉള്ള ഡീലൊക്കെ അവർ ചെയ്യത്തുള്ളൂ. കാരണം അവരുടെ പണം ഇരിക്കുക. പണം ഇല്ലാത്തവനെ സംബന്ധിച്ച് അവനിങ്ങനെ ആർഭാടമായിട്ടൊക്കെ നടക്കും. അവന്റെ ഗ്രോത്ത് ലിമിറ്റഡാ. മറ്റതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഈ ബിസിനസ്സിനകത്ത് പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മൾ കാണുമ്പോഴത്തേക്കെല്ലാം കൊള്ളാമല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അതിന്റെ അണ്ടർ കറണ്ട് നമുക്ക് അറിയണം. എനിക്ക് ഇവിടെ പല ശോഭ ബിൽഡേഴ്സ് അവരിവിടെ വന്ന് ഒരു ഐലൻഡ് 60 ഏക്കർ ഐലൻഡിന്റെ 10 ഏക്കറോ ഏതാണ്ടൊക്കെ മേടിച്ചു. ഇപ്പൊ എന്തെല്ലാം പ്രശ്നങ്ങൾ അതിന്റെ പുറകിലുണ്ടെന്ന് അറിയാവും. കാരണം ആ സ്ഥലം എനിക്ക് പരിചയമുള്ള ഒരു റൊട്ടേറിയന്റെയാണ്. അതിനകത്ത് കുറെ പ്രശ്നമുണ്ട്. അവർക്കത് വിൽക്കാൻ പറ്റുന്നില്ല. ശോഭ ബിൽഡേഴ്സ് സിൽവർ സാൻഡ് കൊച്ചി എന്ന് പറഞ്ഞ് നിങ്ങൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക്. അല്ലെങ്കിൽ അവരോട് വിളിച്ചു ചോദിക്കുക, നിങ്ങളവിടെ ഫ്ലാറ്റൊക്കെ പണിതല്ലോ, വിൽക്കുന്നുണ്ടോന്ന് ചോദിച്ചാൽ വിൽക്കാറായിട്ടില്ല എന്ന് പറയും. എന്നാന്നറിയാം? പ്രശ്നങ്ങളാ, 150 പ്രശ്നങ്ങളാ, കോടിയുടെ പ്രശ്നങ്ങളാ. അപ്പം വലിയ വലിയ ബിസിനസ്സുകാരെല്ലാം വളരെ കോൺഫിഡന്റ്. കാരണം 5 വെച്ചാൽ 10 കിട്ടണമെന്നാണല്ലോ ഇവരുടെയൊക്കെ ആഗ്രഹം. നമ്മളെ പോലുള്ള സാധാരണക്കാരാണ് 5000 രൂപയുടെ സാധനം വയ്ക്കുമ്പോൾ 150 രൂപ കിട്ടുന്നത്, അത് മതി എന്നും പറഞ്ഞ് സന്തോഷമായിട്ട് ജീവിക്കുന്ന ബിസിനസ്സുകാർ. വലിയ ബിസിനസ്സുകാർ അങ്ങനെയൊന്നും അല്ല. അതുപോലെ തന്നെ ഈ ഏഞ്ചൽ ഫണ്ടുകാരൻ വന്നേച്ച് അവൻ നമ്മുടെ കുടുംബത്തിന്റെ ആധാരം മുതൽ അവന് കാണണം. നമ്മുടെ ബിസിനസ് പ്ലാൻ മുഴുവൻ അവൻ അറിയണം. എന്ത് പ്രൊഡക്റ്റ് ചെയ്യും, എങ്ങനെ മാർക്കറ്റ് ചെയ്യും. ചില ആളുകൾക്കുള്ള പേടി എന്നാന്നറിയാം. ഞാനൊരുത്തനെ അങ്ങനെ വിട്ടപ്പോഴത്തേക്ക്, സാറേ നമ്മുടെ എല്ലാ സീക്രട്ടും അവന് പറഞ്ഞു കൊടുക്കണം, അവനത് തുടങ്ങത്തില്ല സാറേ, ഇവന് വിശ്വാസമില്ല. പിന്നെ പോയില്ല പുള്ളി. അപ്പൊ ഏഞ്ചൽ ഫണ്ടുകാരൻ വരുമ്പോ അവനെല്ലാം അറിയണം, A to Z. സാറേ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, ഇതിന്റെ കൂട്ടത്തില് പ്രസക്തമായത് കൊണ്ടാണ് നമ്മുടെ വേ ഓഫ് ബിസിനസിന്റെ ഒരു കൂട്ടായ്മ ഇത്രയും വലിപ്പം ഉണ്ടായിട്ട് നമ്മള് മറ്റൊരു മേഖലയുണ്ട് ഫണ്ട് കണ്ടെത്താൻ, നമ്മുടെ കോർപ്പറേറ്റ് വേൾഡിൽ നിന്നുള്ള CSR ഫണ്ടുകൾ. പക്ഷെ എന്റെ കണക്ക് കേരളത്തിലേക്ക് എത്രത്തോളം CSR ഫണ്ടുകൾ MSMEകളെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നു അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പുകളെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നു എന്നൊന്നും അറിയത്തില്ല. ആ തലത്തിലേക്ക് വേ ഓഫ് ബിസിനസിന് നമുക്ക് ചെയ്യാൻ എന്തെങ്കിലും ചെയ്താൽ ഒരു പരിധി വരെ കേരളത്തിലേക്ക് ഒഴുക്കാൻ, ഇന്ത്യയിൽ നടക്കുന്നുണ്ട് പക്ഷെ കേരളത്തിലേക്ക് വരുന്നുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കി. സാറിന്റെ അഭിപ്രായം എന്താ ജോസ് സാറേ? ലത്തീഫായി എത്ര പേരുണ്ട് ഈ ഗ്രൂപ്പിൽ ഇപ്പം? ഹലോ ലത്തീഫായി. രണ്ട് ഗ്രൂപ്പിലായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് 2000-ലധികം ഉണ്ട് സാറേ. 5000 തോന്നുന്നു. അതല്ല, ഇപ്പൊ നമ്മളെ കേൾക്കുന്ന എത്ര പേരുണ്ട്? ഇപ്പൊ നമ്മളെ കേൾക്കുന്ന എത്ര പേരുണ്ട്? ഇപ്പൊ കേൾക്കുന്നത് 25 പേര്. 40 പേരുണ്ടായിരുന്നു, എല്ലാവരും പോയി 25 പേരായി. 20. അപ്പൊ 25 പേരോട് ഞാനൊരു രഹസ്യം പറഞ്ഞുതരാം. ഞങ്ങൾ റോട്ടറിയില് 80B ഉള്ള ആളുകളാണ്. ഞങ്ങൾക്ക് ഫണ്ട് തന്നു കഴിഞ്ഞാൽ ആ ഫണ്ടിന് ഞങ്ങൾ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കും. CSR ഫണ്ട് ഒരു 80G ഉള്ള കമ്പനിക്ക് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ, ആ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ 75% അവർക്ക് തിരിച്ചു കിട്ടും. മനസ്സിലായോ? അവർ ചെയ്തെന്നും ആവും. ഈ മുത്തൂറ്റ്, ഇത് വളരെ കുറച്ച് ആളുകളെ കേൾക്കുന്നുള്ളൂ, അതുകൊണ്ട് മാത്രം പറയുന്നത്, ഈ മുത്തൂറ്റ് ഞങ്ങൾക്ക് പലപ്പോഴും പ്രോജക്റ്റിന് 10-20 ലക്ഷം രൂപ തരും. അത് തരുമ്പോൾ ഞങ്ങൾ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കും, 20 ലക്ഷം രൂപ കൊടുത്തു. അങ്ങനെ ഇവര് CSR ഫണ്ട് ഉപയോഗിച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് ടാക്സ് എക്സംപ്ഷൻ കിട്ടും അതിനകത്തൊന്നും. അപ്പൊ ഒരു CSR കമ്പനിയും വെറുതെ ആർക്കെങ്കിലും എന്നാ മോനെ എന്റെ കുറെ CSR ഫണ്ടുണ്ട് നീ എടുത്തോളാന്ന് പറഞ്ഞ് കൊടുക്കത്തില്ല. CSR ഫണ്ട് കൊടുത്താൽ നമുക്ക് സർട്ടിഫിക്കറ്റ് തരാവുന്നവനെ 80G ഉള്ളവനെ തരത്തുള്ളൂ, അല്ലാതെ വഴിയെ പോകുന്നവനൊന്നും എടുത്തു കൊടുക്കത്തില്ല. അപ്പൊ നമുക്ക് ബിസിനസ് ചെയ്യാൻ CSR ഫണ്ട് ഇന്നാ പിടിച്ചു എന്ന് പറഞ്ഞ് തരത്തില്ല. അവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ തട്ടിച്ച് വെട്ടിച്ചൊക്കെ ഉണ്ടാക്കുന്ന കാശാണ്. അപ്പൊ അവനങ്ങനെ. അപ്പൊ അതുകൊണ്ട് CSR ഫണ്ട് അത്ര ഈസി അല്ല. ഫെഡറൽ ബാങ്കിന് CSR ഫണ്ട് ഉണ്ട്. ഫെഡറൽ ബാങ്ക് അത് തന്നെയാണ്. ഉടനെ ഒരു സർട്ടിഫിക്കറ്റ് ചോദിക്കും. ഒന്ന് 80G ഉണ്ടോ എന്ന് ചോദിക്കും. 80G ഉണ്ടല്ലേ തരത്തുള്ളൂ. അതല്ലാതെ ചേട്ടാ എൻ്റെ അമ്മയ്ക്ക് ഓപ്പറേഷന് ഒരു 3 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ അത് ബുദ്ധിമുട്ടാതെ അങ്ങനെ നിങ്ങൾ ആ റോട്ടറിയിലൊന്ന് തിരക്കാൻ പറ്റായിരുന്നു, നിങ്ങൾ ആ ലയൺസിലൊന്ന് എന്ന് പറഞ്ഞാൽ അങ്ങനെ അവർ ഡീവിയേറ്റ് ചെയ്ത് കളയും, അവർ ഡയറക്റ്റ് കൊടുക്കത്തില്ല.
കാരണം ATG എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെയുള്ള ചില സർട്ടിഫിക്കേഷന്റെ പ്രയോജനങ്ങളുണ്ട്. അപ്പൊ അവിടെയൊക്കെയാണ് CSR ഫണ്ട് കൂടുതൽ കിട്ടുന്നത്. അങ്ങനെയുള്ളവർക്കാണ് കൂടുതൽ കിട്ടുന്നത്. അല്ല സാധാരണക്കാരന് എന്തെങ്കിലും ഒന്നും പറഞ്ഞല്ല കിട്ടുന്നത്. അത് മനസ്സിലാക്കണം. സാറേ ഞാനൊന്ന് ഓക്കെ, ബൈ ബൈ. നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. യോ മണി 12. ഓക്കെ, സംഭവം 12 മണി ആവാൻ പോണു. 4 മിനിറ്റ് 6 മിനിറ്റ് ഉള്ളൂ. ഒന്നും കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. കാരണം ഞാന് രാത്രി 1 മണി 2 മണി വരെ ഉണർന്നിരിക്കുന്നവനാ. കാരണം പിള്ളേർക്ക് ഇപ്പം 12 മണി എന്ന് പറഞ്ഞാൽ അവിടെ 8-8:30 ആയിട്ടുള്ളൂ. അപ്പൊ പിള്ളേരോട് വർത്താനം പറഞ്ഞ് കൊച്ചുമക്കളെയൊക്കെ കളിപ്പിച്ച് 5 കൊച്ചുമക്കളുണ്ട്. അപ്പൊ 5 മക്കളോടും കൊച്ചുമക്കളോടും ഒക്കെ വർത്താനം. ഞാൻ സെപ്റ്റംബറിൽ പോകും കേട്ടോ ലത്തീഫെ. ഓക്കെ ജർമ്മനിക്ക് സെപ്റ്റംബറിൽ പോകും. പോണം. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ 3 മാസം ഇനി അവിടെ. അങ്ങനെയൊക്കെ നമുക്ക് ജീവിതം. എല്ലാം സന്തോഷം. നമ്മള് ഒരു ഫിസിക്കൽ മീറ്റ്, ഒരു ഗെറ്റ് ടുഗദർ വെക്കാം അതിനു മുമ്പ് തന്നെ. ഇത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈവായിട്ട് ഒരു പരിധി വരെ നല്ലതാന്നല്ലോ. പിന്നെ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പൊ എല്ലാം ഈ ന്യൂക്ലിയർ ഫാമിലിയൊക്കെ ആണല്ലോ. പണ്ട് കല്യാണം എന്ന് പറഞ്ഞാൽ 2 ആഴ്ച മുമ്പേ പെങ്ങളും നാത്തൂനും എല്ലാം വരുമല്ലോ. പിന്നെ കിടന്നിരുന്ന് കല്യാണവും കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞേ പോകത്തുള്ളൂ. ഇപ്പൊ അതാണോ? ഏത് പള്ളിയിലാ കല്യാണം? ഇന്ന പള്ളിയിൽ. ചിലപ്പോ പള്ളിയിലും വരത്തില്ല. ഹോട്ടൽ ഏതാ? താജിലാ. അന്ന് താജ് കാണും. ആരാ? സ്വന്തം അനിയൻ, സ്വന്തം ചേട്ടൻ. ഇതാണ് ഇപ്പോഴത്തെ കൾച്ചർ. അപ്പൊ അങ്ങനെയുള്ള സമൂഹത്തില് നമ്മളൊരു മനുഷ്യന്റെ ഇന്ററാക്ഷൻ, മാനുഷികമായ ഒരു ഇന്ററാക്ഷൻ ഇല്ല. അത് കുറഞ്ഞു വരുന്നു. അത് പിന്നെ എന്തെങ്കിലും പേര് പറഞ്ഞ് താനിപ്പോ ഈ വേ ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് കുറച്ചു പേർക്കൊക്കെ നല്ലതാണ്. മനസ്സിനൊരു സുഖമാണ് കുറച്ച് ആളുകൾക്ക്. അതിനാണല്ലോ എല്ലാവരും ഞാൻ കൂട്ടുകാർ കൂടാനായിട്ട് എൻ്റെ പിള്ളേർക്ക് പറയുന്നുണ്ട്. ഫ്രണ്ട്സ് ഓണത്തിന്, എടാ മോനെ ഓണം കഴിഞ്ഞല്ലോടെ 1 മാസമല്ല. ആ ഓണം 1 മാസം കഴിഞ്ഞാലും ജർമ്മനിയിലെ ഓണത്തിന്റെ പാർട്ടി ഉണ്ട്. ഓക്കെ. അപ്പൊ കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കൂട്ടുകൂടാൻ വേണ്ടിയിട്ടുള്ളതാ. എല്ലാരും കൂടെ കൂടിയിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കള്ളൊക്കെ കുടിച്ച് സന്തോഷമായിട്ട് അടിച്ചു പൊളിച്ച്. അത് മനുഷ്യനിപ്പം കുടുംബങ്ങളിൽ കിട്ടുന്നില്ലല്ലോ. അതാണ് അതിന്റെ കാര്യം. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ എപ്പോഴും എൻറിച്ച് ചെയ്യത്തേ ഉള്ളൂ, എൻലൈറ്റൻ ചെയ്യത്തേ ഉള്ളൂ. അപ്പൊ ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ എ സോഷ്യൽ ആനിമൽ ആണല്ലോ മനുഷ്യൻ. അപ്പൊ നമുക്കത് ആവശ്യം. മൃഗങ്ങൾക്ക് ആവശ്യമില്ല, മനുഷ്യന് ആവശ്യമാണ്. അതും പോസിറ്റീവായിട്ടുള്ള അവരുടെ നന്മ ആഗ്രഹിക്കുന്ന മനുഷ്യരെ കാണാനായിട്ട് എല്ലാവർക്കും ഇഷ്ടമാണ്. കോമ്പറ്റീറ്ററെ കാണാൻ ഇഷ്ടമില്ല, കുറ്റം പറയുന്നവനെ കാണാൻ ഇഷ്ടമില്ല. അതുകൊണ്ടാണ് പലപ്പോഴും അപ്പനും അമ്മയും പോലും കാണാൻ പലർക്കും ഇഷ്ടമില്ല. കാരണം കുറ്റം പറയും അപ്പനും അമ്മയും. അവര് നന്മയുണ്ടാകാൻ പറയുന്നതായിരിക്കും, എന്നാലും ഇഷ്ടമില്ല. ഒരാള് എന്നോട് പറഞ്ഞു, എൻ്റെ മകനോട് അവന് എന്തെങ്കിലും തെറ്റായിട്ട് ചെയ്ത് പറഞ്ഞു അവന് ഇഷ്ടമില്ല ജോർജ് കുട്ടി ഒന്നും പറ കേട്ടോ എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് പറയിപ്പിക്കും. അതവന് കുഴപ്പമില്ല. അപ്പൊ അതൊക്കെയാണ്. 5 മിനിറ്റ്സ് തരും. 5 മിനിറ്റ്സ് കേൾക്കുന്നുണ്ടോ? എനിക്ക് തരുമോ? തരാമല്ലോ. എൻ്റെ പേര് ഷാൻ എന്നാണ്. ഞാൻ യൂണിയൻ കോപ്പിന്റെ ഒരു സ്ഥാപകനാണ്. ഞങ്ങള് 2 വർഷമായി ഇപ്പൊ സ്ഥാപനം തുടങ്ങിയിട്ട്. നമ്മൾ ഇൻവെസ്റ്റേഴ്സിനെ വെച്ചിട്ട് ചെയ്ത ഒരു പ്രൊജക്റ്റ് ആണ്. റീറ്റെയിൽ സ്ഥാപനമാണ്, ഹൈപ്പർ മാർക്കറ്റ്, ആ ഒരു കൺസെപ്റ്റ് ആണ്. അപ്പോൾ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇപ്പൊ നമുക്ക് വീണ്ടും രണ്ടാമതൊരു പ്രൊജക്റ്റും കൂടെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുക. അപ്പോൾ ഏകദേശം ഇപ്പൊ പുതുതായിട്ടൊരു 29ഓളം ഇൻവെസ്റ്റേഴ്സ് കൂടെ പുതുതായിട്ട് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നമുക്ക് ഇൻവെസ്റ്റേഴ്സിനെ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ ഇൻവെസ്റ്റേഴ്സിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതൊക്കെയാണ് അറിയേണ്ടത്. അതുകൊണ്ട് ഇത്ര നാളത്തെ ഇൻവെസ്റ്റേഴ്സിനെ എടുക്കാനായിട്ട് ഒരു ക്വസ്റ്റ്യനർ ഉണ്ടാക്കണം. ഒരു 10 ചോദ്യങ്ങൾ. മനസ്സിലായോ? 10 ചോദ്യങ്ങൾ. ഒന്ന്, ഫാദറിന് മദറിന് എന്തെങ്കിലും ജോലിയോ എവിടെങ്കിലും എഴുതാം. അപ്പൊ സർക്കാർ ഉദ്യോഗസ്ഥനാവുന്ന അവൻ എഴുതും സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അയ്യോ, അപ്പൊ 5 പൈസ 10 പൈസയുടെ കണക്ക് ചോദിക്കുന്ന നമുക്ക് പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടുവേ. മനസ്സിലായേ? പിന്നെ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നു, സാമ്പത്തിക ബാക്ക്ഗ്രൗണ്ട് അതറിയണം. പിന്നെ അവന്റെ വിദ്യാഭ്യാസം, അവന്റെ സ്പെഷ്യലൈസേഷനിൽ എന്തിനാണ്, അവന്റെ ഭാര്യയ്ക്ക് ജോലിയുണ്ടോ, എന്താണ് വിദ്യാഭ്യാസം, എത്ര കുട്ടികളുണ്ടോ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനർ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഇൻവെസ്റ്റർ ആരാന്നറിയണം.
ഈ ശത്രുവിനെ അറിഞ്ഞ യുദ്ധം ചെയ്യാവുള്ളൂ. മനസ്സിലായോ? അതല്ലെങ്കിൽ അടി കിട്ടും. അതെപ്പോഴും ശ്രദ്ധിച്ചോണം. നമ്മളൊരു ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നവൻ നമ്മുടെ കുടുംബത്തിലെ അംഗം പോലെ നമ്മൾ ഡീൽ ചെയ്യണം. കാരണം നമ്മുടെ ഉയർച്ചയും താഴ്ചയൊക്കെ അവനെയും ബാധിക്കുന്ന കാര്യമാണ്. അപ്പൊ അവൻ ആരാന്നറിയണ്ടേ? അല്ലാതെ ഒരുത്തൻ എൻ്റെ ഒരു 5 കോടി രൂപയുണ്ട് കേട്ടോ, അയ്യോ 5 കോടി ഉണ്ടോ, വാ ഇരിച്ച് ചായ കുടിക്ക്, പരിപ്പോടെ എടുക്ക്, അയ്യോ കേക്ക് എടുക്ക്, അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. അങ്ങനെ പണം കണ്ട് മഞ്ഞളിക്കരുത് കണ്ണ്. നമ്മൾ അറിയണം അവൻ ആരാണ്, എന്താണ് അവന്റെ ലക്ഷ്യം, എന്തുകൊണ്ട് അവൻ നമ്മുടെ കയ്യിൽ പണം തരുന്നു. അത് തരുന്നത് എന്താണെന്ന് വെച്ചാൽ താൻ സക്സസ്ഫുൾ ആണ്, തനിക്ക് ബിസിനസ് ചെയ്യാൻ അറിയാം, താൻ ആളുകളോട് മര്യാദയ്ക്ക് വർത്തമാനം പറയുന്നവനാണ്, ഡീൽ ചെയ്യുന്നവനാണ്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അവൻ കേട്ടറിഞ്ഞായി വരുന്നത്. അവൻ പലതും കേട്ടറിഞ്ഞാ വരുന്നത്. പക്ഷെ നമ്മൾ അറിയേണ്ട അവൻ ആരാണ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ അതുകൊണ്ട് ഒരു ക്വസ്റ്റ്യനെയർ കാണും. എന്നിട്ട് ആ ക്വസ്റ്റ്യനെയർ കൊടുത്തേച്ച് എന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഇത്. അതിനോടൊപ്പം തന്നെ നമ്മളുടെ ഒരു ബിസിനസിനെ കുറിച്ചൊരു ഏകദേശ രൂപ ഒരു A4 പേപ്പറിൽ എഴുതി നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹിയർ ഐ നീഡ് ദിസ് തിങ്. ഇവിടെ ഞങ്ങൾക്ക് ഇപ്പൊ എവിടെ സൂപ്പർ മാർക്കറ്റ് ഉള്ള എവിടെ? സാർ അത് കൊല്ലം ജില്ലയിലെ നിലമേൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. കൊല്ലത്ത് ഇന്ന സ്ഥലത്താണ് എനിക്ക് ഇതുള്ളത്. എന്റെ ടേൺ ഓവർ ഇന്നതാണ്. എനിക്ക് ഇത്ര % മാർജിനും ഉണ്ട്. അങ്ങനെ സത്യസന്ധമായിട്ട് എഴുതണം. കാരണം അവൻ കാശ് തരാൻ വന്നതിന്റെ ആപ്ലിക്കേഷനാണ് നമ്മൾ ഇത് എഴുതി കാണിക്കുന്നത്, അല്ല വഴിയെ പോകുന്നതിനല്ലേ. നമ്മളൊരു പ്രൊജക്ട് റിപ്പോർട്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങിയപ്പോൾ തന്നെ 2.6 CR വെച്ചിട്ട് ഒരു പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ട്. അതിൽ ഫസ്റ്റ് പ്രൊജക്റ്റ് ആണ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇനി സെക്കൻഡ് പ്രൊജക്റ്റ്, അതിനകത്തെല്ലാം നമ്മൾ വിശദമായിട്ട് നമ്മളെ പ്രോഫിറ്റ്. ഫസ്റ്റ് പ്രോജക്റ്റ് തുടങ്ങിയിട്ട് എത്ര നാളായി? ഇപ്പൊ 2 വർഷമായി. അപ്പൊ അത് സസ്റ്റൈനബിൾ ആയോ? ഒരു സ്റ്റേബിൾ ആയിട്ട് പോകുന്നുണ്ട്. അടുത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 15 ഇൻവെസ്റ്റേഴ്സ് നമുക്ക് റീഫണ്ട് കൊടുത്തു പോയിട്ടുണ്ട്. അപ്പം അത്രയും കൂടെ ഉച്ചകൂടെ സ്ട്രഗിൾ വന്നു. അപ്പൊ നമുക്ക് ഏകദേശം ഒരു 96 ലക്ഷം രൂപ നമുക്ക് ഇപ്പൊ ഈ നിലവിലത്തെ പ്രൊജക്റ്റിന് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അപ്പൊ നെക്സ്റ്റ് നമുക്കൊരു ഇൻസിഡന്റ്. അതെ, അത് സ്റ്റെബിലൈസ് ചെയ്തിട്ട് രണ്ടാമത് തുടങ്ങുക. നമ്മള് സ്പീഡ് കൂട്ടി കഴിഞ്ഞാലേ. പണ്ടിവിടെ വർക്കീസ് എന്ന് പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു എറണാകുളത്ത്. അറിയാം. അവർക്ക് 10-15 ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നു. അപ്പം റിലയൻസുകാർ ഇവിടെ വന്നു. ഇതെല്ലാം ഒരു 10-20 കൊല്ലം മുമ്പാ. റിലയൻസുകാർ വന്നിട്ട് പറഞ്ഞു ഞങ്ങള് സൂപ്പർ മാർക്കറ്റ് ടേക്ക് ഓവർ ചെയ്യുമെന്ന്. അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾക്ക് 10-20 ഔട്ട്ലെറ്റേ ഉള്ളൂ. 20 പോരാ, ഒരു 80 മിനിമം. 100 ആണ് ഞങ്ങളുടെ ഇത്, 80 ഇല്ലാതെ ഞങ്ങള് റിലയൻസിന്റെ എന്ന് പറഞ്ഞ ഇവൻ കിട്ടിയ സ്ഥലം, നല്ല റെപ്യൂട്ടേഷൻ ഉള്ള നല്ല ക്ലയന്റ് ഉള്ള ഇടിച്ച്. ഞങ്ങളൊക്കെ ക്ലയന്റാ പാലാരിവട്ടത്ത്. എല്ലായിടത്തും ഇവൻ പോയി ഓരോ പെട്ടിക്കടയുടെ എല്ലാം എടുത്ത് വർക്കീസ് സൂപ്പർ മാർക്കറ്റ്, വർക്കീസ് ഏത് ജംഗ്ഷൻ നോക്കിയാലും വർക്കീസ്. അത് കഴിഞ്ഞ് വർക്കീസ് 60 തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് റിലയൻസുകാർ ഇതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയും ഇവൻ നമ്മളെ കാണിക്കാനായിട്ട് കുറെ സൂപ്പർ മാർക്കറ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ്. സപ്ലയർ ഫ്രീ ആയിട്ട് കൊണ്ട് സാധനം വെക്കുമല്ലോ. അപ്പൊ അത് വെച്ച് ഇവന് വലിയ മുടക്കൊന്നുമില്ല. ഈ കട വാടക എടുത്തിരിക്കുന്നതും അഡ്വാൻസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, വാടക മുഴുവൻ കൊടുത്തിട്ടില്ല എന്നൊക്കെ അവരുടെ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടല്ലോ. അപ്പൊ ഇവന് ഈ 60 നടത്താനുള്ള സാമ്പത്തിക ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല, സ്റ്റാഫ് ഇല്ല, ഒന്നുമില്ല. ഇവൻ ചുമ്മാ നമ്മളെ കാണിക്കുക, കാരണം നമ്മൾ മേടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവര് പിന്മാറി. വർഗീസ് പൂട്ടിപ്പോയി. നമുക്ക് ഈ 2 വർഷം ഒരു വലിയൊരു ഇൻസിഡന്റ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറിന് അറിയാൻ തോന്നുന്നു. 1 വർഷം മുന്നേ ഒരു ലോഡിംഗ് തൊഴിലാളികളുടെ ഒരു പ്രശ്നം നടന്നത്, അത് ന്യൂസിലേക്ക് വന്നിട്ട് ആ ഒരു ഇൻസിഡന്റ് നമ്മുടെ സൈഡിൽ നിന്ന് ഒരു പ്രോബ്ലം ആയിട്ട് വന്നിട്ടുണ്ട്. ലോഡിംഗ് തൊഴിലാളിയുടെ എന്നാ പ്രോബ്ലം? അത് സാറ് കേട്ടിട്ടുണ്ടായിരുന്നു, തോന്നുന്നു. ന്യൂസിൽ എല്ലാ ചാനലും ഉണ്ടായിരുന്നു. നമ്മൾ ലോഡിംഗ് തൊഴിലാളികൾ വന്ന് ഇടിച്ച ഒരു സംഭവം, കടയ്ക്കകത്ത് കയറി വന്ന് കൗണ്ടറിൽ നിന്ന്. അതൊക്കെ എല്ലായിടത്തും നടത്തുക. ആ കോഴിക്കോട്ടെ കണ്ടാരാണ് ഒരു മെറ്റല് ഇരുമ്പിന്റെ ഷീറ്റോ ഏതാണ്ടൊക്കെ ഉള്ള അവിടെ 10-25 ദിവസം ഷെഡും കെട്ടി അവിടെ ഒക്കെ ഇരുന്ന്. അതൊക്കെ എല്ലായിടത്തും നടക്കുന്ന കാര്യമാണ്. പക്ഷെ അതൊക്കെ നമ്മൾ നോക്കണം. ഈ ബിസിനസ് നമ്മൾ നടത്തുമ്പോഴത്തേക്ക് യൂണിയന്, ഈ പൊളിറ്റീഷ്യന്, ഇവരെ എല്ലാം നമ്മൾ കാണണം കേട്ടോ. ഇറ്റ് ഇസ് നോട്ട് ഈസി. അതാണ് ഞാൻ പറഞ്ഞത്, ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യണം നമ്മള് ചുമ്മാ ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങി പോയിട്ട് കാര്യമില്ല. നമുക്കൊരു 16 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഈ ഒരു സ്വന്തമായിട്ട് ഒരു പ്രൊജക്റ്റിലേക്ക് വന്നത്.
പിന്നെ GCC എക്സ്പീരിയൻസ് ഉണ്ട്. നാട്ടിൽ ഒരു ഏകദേശം 6 പ്രൊജക്റ്റോളം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുണ്ട്. റീറ്റെയിൽ സ്ഥാപനങ്ങൾ തന്നെ. പിന്നെ അതിലൊരു ഇൻസ്പിറേഷൻ ആണ് നമുക്ക് ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങാമെന്നുള്ള രീതിയിൽ വന്നത്. അല്ല, അത് സക്സസ്ഫുൾ ആയിട്ട് നടത്തുക. ഇപ്പൊ 15 പേര് തന്നെ ഇട്ടേച്ച് പോകാൻ കാര്യം ഒരു കാശ് മേടിച്ചോണ്ട് പോകാൻ കാര്യം. അല്ല, അവര് ഫിനാൻഷ്യലി ഇത് വന്നപ്പോ അവർക്ക് ഫിനാൻഷ്യലി പ്രശ്നങ്ങൾ വന്നപ്പോ അവർ റീഫണ്ട് ചോദിച്ചു. അപ്പൊ നമ്മൾ കൊടുക്കാതിരുന്നാൽ അതിന് പകരം 15 പേരെ കിട്ടിയോ? അതിനിപ്പോ 29 പേര് വന്നിട്ടുണ്ട്. നമ്മളെ അഡ്വർടൈസ്മെന്റ് വഴി 29. അതെ, അത് മേക്കപ്പ് ചെയ്താൽ മതി. മേക്കപ്പ് ചെയ്താൽ മതി. അത് മേക്കപ്പ് ചെയ്യുന്ന സ്റ്റഡി ആകട്ടെ. സ്റ്റഡി ആയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു കേൾക്കുന്നതിൽ. ശരിയാകാതെ വീണ്ടും പഠനത്തിനെ തേടി ചാടി കഴിഞ്ഞാൽ സ്ട്രെസ് കൂടുക. എന്നെ പേരെന്നാന്ന് പറഞ്ഞേ? ഷാനും ഒരു മനുഷ്യനല്ലേ. ഷാന്റെ ബുദ്ധിയും വികാരവും വിചാരവും ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന്. ഇതെല്ലാം പ്രോസസ് ചെയ്യണ്ടേ ഒരു മനുഷ്യനല്ലേ. ഭ്രാന്ത് പിടിക്കും കുറെ കഴിയുമ്പോ. നമുക്ക് ബിസിനസ് സന്തോഷം തരുന്നതായിരിക്കണം, അല്ലാതെ ബിസിനസ് ടെൻഷൻ തരുന്നതായിരുന്നു. അങ്ങനെ ടെൻഷൻ പിടിച്ചുണ്ടാക്കുന്ന കാശ് കൊണ്ട് 5 പൈസയുടെ പ്രയോജനമില്ല. ഷാൻ നാളെ കട്ടിലെ കിടന്നാൽ ഒരു പട്ടിക്കുഞ്ഞ് തിരിഞ്ഞു പോകത്തില്ല, ഒരു ഷെയർ ഹോൾഡറും വരത്തില്ല. സ്വന്തം ഭാര്യയും കുഞ്ഞുങ്ങളും തന്നെ പറയും, മോനെ ആവശ്യമുണ്ടോ ഇതിനൊക്കെ, ഇത്രയും കിടന്ന് ഓടിച്ചാടി എന്നിട്ട് ഇപ്പൊ കിടക്കുന്ന കണ്ടില്ലേ എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് അതിലൊന്നും കാര്യമില്ല. നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ പലതും ചെയ്യും കേട്ടോ. ഞാൻ അങ്ങനെ പലതും ചെയ്തിട്ടുള്ള ആളാ. അപ്പൊ അതല്ല, ഒരു കാര്യം നമ്മൾ തുടങ്ങിയാൽ അത് സ്റ്റെബിലൈസ് ചെയ്യുക. സ്റ്റെബിലൈസ് ചെയ്യുമ്പോ എനിക്കിപ്പോ ഈ 2 വർഷം കൊണ്ട് 15 പേര് പിന്മാറി, പിന്നെ 24 പേര് വരുമെന്ന് പറഞ്ഞ് അവര് ചേർന്നിട്ടില്ല. അവര് ഇനിഷ്യലി ഒരു പേയ്മെന്റ് നമുക്ക് ചെയ്തുകൊണ്ട് ഇപ്പൊ ഹോൾഡിൽ നിൽക്കുക. അങ്ങനല്ല, ഹോൾഡല്ല, അവര് ഫുള്ള് പേയ്മെന്റ്. എത്രയാ നിങ്ങളുടെ ഷെയർ ഹോൾഡിങ്ങിന്? എത്രയാ ഷെയറുകാരുടെ? നമുക്ക് ഒരു 10,000 രൂപ മുതൽ എത്ര 20 ലക്ഷം വരെ നമുക്ക് ചെയ്യാം ഒരാൾക്ക്, ഒരു വ്യക്തിക്ക്. അങ്ങനെ രീതിയിലാണ് ചെയ്തത്. അത് ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ടുണ്ടല്ലോ, ഒരു 10-50 സൂപ്പർ മാർക്കറ്റ് അവര് തുടങ്ങി. എന്നാ അതിന്റെ പേരെന്നാന്ന് ഞാൻ പറഞ്ഞത്. ഇതേ ഞങ്ങളുടെ നേരെ മുമ്പിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് സൊസൈറ്റിയാ. സൊസൈറ്റിയിൽ മെമ്പേഴ്സ് അവര് ഓൾ ഓവർ കേരള ഉള്ളതാ. നമ്മളെ ഇവിടെ നമ്മുടെ കൊല്ലം ജില്ലയിൽ ധന്യ എന്ന് പറഞ്ഞൊരു ഡിവിഷൻ ഉണ്ട്. അതായത് ഫ്രാഞ്ചൈസി ബിസിനസ് അവർ കൂടുതൽ ചെയ്യുന്നത്. അവർക്ക് ഡിസ്ട്രിക്ട് കൊല്ലത്ത് സെന്റർ ആയിട്ട് കുറച്ച് റീറ്റെയിൽ പ്രൊജക്റ്റുകളുണ്ട്. പിന്നെ അവര് ഫ്രാഞ്ചൈസി പോലെ ഓരോ വ്യക്തികൾക്കായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ തനിക്ക് അതിനകത്ത് ഇത്ര എക്സ്പീരിയൻസ് ഉണ്ട്, കോൺഫിഡൻസ് ഉണ്ട്, ശരി തന്നെ. താനിപ്പോ ഒരെണ്ണം തുടങ്ങി, അതിനെ 100% സക്സസ്ഫുൾ എന്ന് തനിക്ക് തന്നെ കൺവിൻസ് ആകണം. തനിക്ക് ഇത് തുടങ്ങിയ ശരിയായില്ല, എന്നാ പിന്നെ വേറൊരെണ്ണം കൂടെ തുടങ്ങാം എന്ന് തുടങ്ങിയാൽ അത് രണ്ടും കൂടെ കുളമാവും. ഇല്ല, അങ്ങനെയില്ല. നമ്മളൊരു വ്യക്തത വരുത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു സ്റ്റേബിൾ ആയിട്ട് ആ രീതിയിൽ പോയതിനു ശേഷം ഒരു സെന്റർ പർച്ചേസ് ഒരു സ്ഥലത്തേക്ക് ഒരു ഇത് വന്നതിന് ശേഷം മാത്രമേ. കൊല്ലത്ത് തുടങ്ങി, ഇനി എവിടെയാ? ഇനി നമ്മളെ ജില്ലയിൽ തന്നെ അഞ്ചൽ എന്ന് പറഞ്ഞ ടൗണില്. അഞ്ചല്, അപ്പൊ അത് അടുത്ത സ്ഥലമാണല്ലോ. അടുത്ത സ്ഥലങ്ങൾ, നിയർ ബൈ സ്ഥലങ്ങൾ. അതില് ഇതിനകത്ത് തുടങ്ങിയിരിക്കുന്നവർക്ക് പാർട്ടിസിപ്പേഷൻ ഉണ്ടോ? അല്ല, അതില് തുടങ്ങാൻ ഒരു പ്ലാനാണ്. പക്ഷെ ഫണ്ട് ഇനിയും കൂടുതൽ വന്നാലേ കാര്യം നടക്കത്തുള്ളൂ. പക്ഷെ ഇത് ആദ്യം ക്ലിയർ ആവണം. ഇത് ക്ലിയർ ആക്കാം ആദ്യം. ഇത് ക്ലിയർ ആക്കിയിട്ട് ഇനി ചിന്തിച്ചാൽ മതി. ആവശ്യമില്ല. ഞാനൊരു കാര്യം ചെയ്യാം. ഇന്ന് തനിക്ക് ഞാനൊരു 10 കോടി രൂപ എടുത്ത് ഒന്ന് ചിന്തിച്ചാൽ മതി. ഞാനൊരു 10 കോടി രൂപ എടുത്ത് തന്നു. ശരിക്കും എനിക്ക് 1 കോടി രൂപയുടെ ആവശ്യമുള്ളൂ. 10 കോടി രൂപ സംഭവിക്കുന്നത് എന്നാണെന്നറിയാമോ? താൻ ചോക്കാവും. തന്റെ എല്ലാ ചിന്തയും തന്റെ എല്ലാ സാധനവും പോയി, കിളി പോയി. 10 കോടി രൂപ തന്നിരിക്കുക. തന്റെ പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ, ഭാര്യയോട് പറഞ്ഞാൽ അവള് എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ അമ്മായപ്പൻ കാർന്നവര് ചിലപ്പം കടം മേടിക്കാൻ വരും. പിന്നെ അത് കൊടുത്തില്ലെങ്കിൽ അത് പിണങ്ങും. പിന്നെ പിള്ളേരോട് പറയാമല്ലോ, പിള്ളേർ പറഞ്ഞാൽ വല്ലവരും ലീക്കായെങ്കിൽ വല്ലവരും അറിഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ടാക്സ്, സെയിൽ ടാക്സ് വലിയ എല്ലാം കൂടെ കയറി വരും. ക്യാഷ് ആയിട്ട് ഇതിപ്പോ ബാങ്കിൽ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ പ്രശ്നങ്ങളുണ്ട്, അത് ഇടാൻ പറ്റത്തില്ല. പിന്നെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു കല്യാണത്തിന് വിളിച്ചാൽ പോലും പോകാൻ പറ്റത്തില്ല, വീട്ടിൽ കാശിരിക്കുകയല്ലേ. എന്തെല്ലാം പ്രശ്നങ്ങളാണെന്നറിയോ? ജീവിതം കോഞ്ഞാട്ടയാ. അപ്പൊ തനിക്കിപ്പോ 1 കോടി ആവശ്യമുള്ളൂ. 10 കോടി ക്യാഷായിട്ട് എടുത്ത് തന്നിരിക്കുക. തന്റെ ഇല്ല, തനിക്ക് കിടന്നുറങ്ങാൻ പറ്റത്തില്ല, തനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, ഇങ്ങോട്ട് തന്നെ ഉറങ്ങാൻ പറ്റത്തില്ല, ആകെ പ്രശ്നമാവും. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മളുടെ മനസ്സ് കൺസീവ് ചെയ്യുന്ന,
നമ്മളുടെ മനസ്സിനെ ഏൽക്കാൻ സാധിക്കുന്ന പണയം. പണ്ട് ഗൾഫില് ഞാൻ 78 ഗൾഫിൽ പോയതാ കേട്ടോ, 1978. അന്ന് തിരുവല്ലയിലെ ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരുത്തും പോയി ഒരു 2 നില കെട്ടിടം വെച്ചു. എന്തിനാണെന്നറിയാവോ? അവന്റെ തൊട്ടപ്പുറം ഒരു ഡോക്ടറുണ്ട്, ഡോക്ടർ മാത്യുവിനെ തോപ്പിക്കാനായിട്ട് അവൻ വെച്ചതാ. കാരണം അവന്റെ അപ്പൻ ചവരക്കാരനായിരുന്നു. അപ്പം അവർക്കും 5 സെന്റ് സ്ഥലമുണ്ട്. അവനെ തോപ്പിക്കാനായിട്ട് വെച്ചതാ. ഇതെല്ലാം വെച്ചിട്ട് ഇവൻ വലിയ ഗമയിലൊക്കെ പോയി അംബാസഡർ കാറൊക്കെ മേടിച്ചു. ഡോക്ടർ മാത്യുവിനും ഉണ്ട് അംബാസഡർ കാർ. ഇവന്റെ പുതിയത് മാർക്ക് 3 മേടിച്ചെല്ലാം എല്ലാം തിരിച്ചു വന്നു. എന്നിട്ട് ഒരു ദിവസം ഇങ്ങനെ ഞങ്ങൾ താൻ ഗൾഫിൽ പോയിട്ടുണ്ടോ? ദുബായ്. ദുബായ് പോയിട്ടുണ്ട്. ഞങ്ങൾ അവിടെ 40 റിയാലിന് ഇവിടുന്ന് ലെബനോണിൽ നിന്ന് വരുന്ന ഇത് കിട്ടും, വാറ്റ് കിട്ടും. അപ്പൊ അത് മേടിച്ചോണ്ട് വന്ന എല്ലാരും കൂടി ഇത് കുടിച്ചപ്പോ ഇവൻ അടിച്ചങ്ങ് ഫിറ്റായി. അപ്പൊ മനസ്സിലിരുന്ന എല്ലാം പറഞ്ഞു, എന്റെ ജോർജ് കുട്ടി പറഞ്ഞിട്ട് കാര്യമില്ലടോ, ഞാൻ ഡോക്ടർ മാത്യുവിനൊക്കെ വലിയ വീട് വെച്ചു, അയാളെയൊക്കെ പുതിയ കാർ മേടിച്ചു. പക്ഷെ ഇപ്പോഴും എന്നെ ക്ഷവരക്കാരന്റെ എന്റെ മകൻ എന്ന് പറയത്തുള്ളൂ. അപ്പം മോറൽ ഓഫ് ദ സ്റ്റോറി, നമ്മൾ എന്തായിരിക്കുന്നു അതേ നമ്മൾ സമൂഹത്തിൽ ആകത്തുള്ളൂ. വല്ലാണ്ട് അംബാനിയുടേതാക്കാൻ ശ്രമിക്കണ്ട. അംബാനിയുടെ ആകത്തില്ല, ആരും അക്സെപ്റ്റ് ചെയ്യത്തുമില്ല. അപ്പൊ എപ്പോഴും നമ്മളുടെ ഗ്രോത്ത് ഗ്രാജുവലായിരിക്കണം, വളരെ ഗ്രാജുവലായിരിക്കണം. ഒറ്റ നിമിഷം കൊണ്ട് എന്നത് ഇപ്പൊ കണ്ടില്ല, അദാനി കണ്ടില്ലേ കിടന്ന് വെള്ളം കുടിച്ച കണ്ടില്ലേ? പിന്നെ ആരാണ്ട് കടത്തുകാര് കമ്പനിയുണ്ട്, പിന്നെ മോദിയുണ്ട് പുറകിൽ. അതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു. എല്ലാം അന്ന് പൂട്ടേണ്ടതാ. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഒരു അഭ്യാസം കാണിച്ച് ബിസിനസ് കൊണ്ടുവരുന്നത് അൾട്ടിമേറ്റ്ലി അതങ്ങ് പോവുകയും ചെയ്യും. മനസ്പ്രയാസം ഇത്രയും കാലം നാം വെള്ളം കോരിയത് വെറുതെയാണ്. അപ്പൊ അതുകൊണ്ട് ആദ്യം ഈ തുടങ്ങിയതിനെ സ്റ്റഡിയാക്കും. അതെ, അതുപോലെ നമുക്ക് ഇപ്പൊ നിലവിലുള്ള ആ ബിൽഡിങ്ങിൽ നിന്ന് നമ്മളൊന്ന് ചേഞ്ച് ചെയ്ത് നമുക്ക് ഒരു പ്രൈം ലൊക്കേഷൻ, അവിടെ തന്നെ ഒരു പ്രൈം ലൊക്കേഷനിലോട്ട് മാറ്റാനുള്ള ഒരു പ്ലാനും കൂടെ ചെയ്യുക. അപ്പൊ അത് കുറച്ചും കൂടെ നമുക്ക് വിസിബിലിറ്റിയും കസ്റ്റമർ എൻട്രി ഒക്കെ കുറച്ചും കൂടെ കൂടുതൽ. അത് ചെയ്യും. അത് നമുക്ക് ചെയ്യേണ്ടത് 15-20 പേര് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അവരുടെ ഇന്ന് എന്നതാ അവര് തരുന്നത്? ചിലപ്പോൾ 10,000 രൂപ തരത്തുള്ളായിരിക്കും. ഞാൻ 20,000 എന്ന് പറഞ്ഞാൽ 50,000 അല്ല 5,000 ഒക്കെ തരും. അപ്പം അവൻ എത്ര തരുമെന്ന് നോക്ക്. എന്നിട്ട് ആ തരുന്നതില് തനിക്ക് ഇപ്പൊ ഈ 15 പേര് പോയതിന്റെ ഡാമേജ് കവർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അത് പിന്നെ ഇത് ഷിഫ്റ്റ് ചെയ്യാനായിട്ടും കാശ് കൊടുക്കണമല്ലോ. അപ്പൊ അതിനുള്ള ഫണ്ട് തന്റെ കയ്യിലുണ്ടോ എന്ന് താൻ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് താൻ തന്റെ പുതിയ സൂപ്പർ മാർക്കറ്റ് അത് തന്നെ ഡിറ്റോ, പക്ഷെ അതൊന്നുകൂടെ നന്നായിട്ട് നല്ല സ്ഥലത്ത് വന്ന് കുറെ കൂടെ ടേൺ ഓവർ ഒക്കെ കൂട്ടി 1 വർഷം സ്റ്റഡി ആയിട്ട് നടത്തുക. അതിനുശേഷം മാത്രമേ ഈ രണ്ടാമത്തേതിലേക്ക് എടുത്തു വെക്കാറുള്ളൂ. 1-ാം ക്ലാസ്സിൽ മുഴുവൻ പരീക്ഷ എഴുതി പാസ്സായിട്ട് 2-ാം ക്ലാസ്സിൽ പോകാറുള്ളൂ. അല്ല 1-ാം ക്ലാസ്സിൽ പോയി 6 മാസം ഇരുന്നെന്നും പറഞ്ഞ് 2-ാം ക്ലാസ്സിൽ പോകരുത്. അത് സാർ, ഞാൻ അത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഈ നിലവിലുള്ള പ്രൊജക്റ്റിനെ ഒരു സെൻട്രൽ പർച്ചേസ് അവസ്ഥയിൽ നമ്മൾ ആക്കിയിട്ട് അടുത്തൊരു പ്രൊജക്റ്റിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കത്തുള്ളൂ. അവിടെ വന്നാലേ നമുക്ക് അടുത്തൊരു പ്രൊജക്റ്റിലേക്ക് നീങ്ങാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ നിലവിൽ പണ്ടത്തെ പോലെ ആരും ക്രെഡിറ്റ് ഒന്നും തരുന്നതല്ല. നമ്മൾ ഇപ്പൊ എല്ലാം ക്യാഷ് ആൻഡ് ക്യാരി ചെയ്യേണ്ടി വരും. ക്രെഡിറ്റ് ഒന്നും മാർക്കറ്റ് ഇപ്പൊ ക്രെഡിറ്റ് കിട്ടത്തില്ല. എല്ലാരും ടൈറ്റാ, മാർക്കറ്റ് മുഴുവൻ ടൈറ്റാ. ഇപ്പൊ ഞങ്ങളൊക്കെ സോളാർ വെക്കുന്നതിനെ നേരെ എന്നിട്ട് 6 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ 3 ലക്ഷം രൂപ ഇനി മേടിക്കും. അയ്യോ അത് ഞാൻ പിന്നെ തരാം 1 ലക്ഷം. ശരി മാഡം എന്ന് പറഞ്ഞ് ഇനി പോന്നു കഴിഞ്ഞാൽ പിന്നെ ആ വഴിയെ പോകത്തില്ല, കാശ് കിട്ടത്തില്ല. നമുക്ക് വേണ്ടതേ ബിസിനസ് വേണ്ടതേ. ഒരു ഡൗട്ടും കൂടെ ചോദിച്ചോട്ടെ. നമ്മളെ ഇൻവെർട്ടറിനകത്ത് നമുക്ക് നമ്മൾ സാധാ ഇൻവെർട്ടറാണ് ഇരിക്കുന്നത്. ഒന്ന് UPS ഇൻവെർട്ടർ, ഒരു സാധാ ഇൻവെർട്ടർ. അപ്പൊ അതിനകത്തേക്ക് നമുക്ക് സോളാർ അതിന് പറ്റത്തില്ല. വേറെ ഇൻവെർട്ടർ നമ്മൾ ചേഞ്ച് ചെയ്യണം അല്ലെ? സോളാർ ഇൻവെർട്ടർ മേടിക്കാൻ വരും. ആ ഇൻവെർട്ടർ ഓൾട്ടർനേറ്റ് കറണ്ട് ഡിറക്റ്റ് കറണ്ട് കൺവേർട്ട് ചെയ്യുന്ന ഇൻവെർട്ടറാണ് അത്. എന്നിട്ട് DC-ന്ന് ഡിറക്റ്റ് കറണ്ടിൽ നിന്ന് എടുത്തിട്ട് ഓൾട്ടർനേറ്റിലേക്ക് പിന്നെ തരുന്നതാണ് ആ ഇൻവെർട്ടറിന്റെ സിസ്റ്റം. ഇവിടെ സോളാർ ചെയ്യുന്നതെന്ന് വെച്ചാൽ സോളാർ പാനലിൽ നിന്ന് ഡിറക്റ്റ് കറണ്ട് നമുക്ക് കിട്ടുന്നത്. ആ ഡിറക്റ്റ് കറണ്ട് എടുത്തിട്ട് നമുക്ക് ഓൾട്ടർനേറ്റ് കറണ്ട് ആയിട്ട് തരുന്നു. ഞാൻ എന്താണ് ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു ദിവസം നമുക്ക് 24 hours അല്ലേ ഇൻവെർട്ടർ എല്ലാം വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഒരു യൂണിറ്റ് അതിൽ എക്സ്ട്രാ പോകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്.
അല്ലാതെ തനിക്ക് സോളാർ വെക്കണേ മാത്രം സോളാറിന്റെ ഇത് മേടിച്ചാൽ മതിയല്ലോ. അതല്ല, നമുക്ക് അത്രയും കറണ്ട് ബില്ലിൽ ഒരു വ്യത്യാസം വരുമല്ലോ. ഈ അല്ല, ഇൻവെർട്ടർ സോളാർ വെച്ചാൽ തനിക്ക് ഇപ്പോഴത്തെ സിസ്റ്റം അനുസരിച്ച് സബ്സ്റ്റാൻഷ്യൽ ഡിക്രീസ് വരും കറണ്ട് ബില്ല്. ഇപ്പൊ എത്രയാ കൊടുക്കുന്നത്? ഇപ്പൊ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് 1 ലക്ഷം രൂപയ്ക്ക് മേലോട്ടാണ് ബില്ല്. പിന്നെ അത് 76,000 സൂപ്പർ മാർക്കറ്റ് AC ആക്കി. അല്ല, AC ഇല്ല, നമുക്ക് ഈ ഫ്രീസറും അങ്ങനെയുള്ള ഇതൊക്കെ കുറച്ച് കൂടുതലുണ്ട്. ഫ്രീസർ 4 ഫ്രീസറുണ്ട്. പിന്നെ അത് നമുക്ക് ഈ ഓപ്പൺ ചില്ലർ 2 ഉണ്ട്. അത് ഫുള്ള് വർക്ക് ചെയ്യും അങ്ങനെ വരുന്നത്. അല്ല, ഫുള്ള് വർക്ക് ചെയ്യുന്ന അത്രയും ടേൺ ഓവർ ഉണ്ടോ? അല്ല, ടേൺ ഓവർ ഈ ഫ്രീസറിനകത്ത് അത്രയും ടേൺ ഓവർ ഇല്ലെങ്കിൽ കഴിവതും 2 ഫ്രീസറിലും 2 ഓപ്പൺ ചില്ലറിലും കാര്യങ്ങൾ നടത്തി നോക്കുക. പിന്നെ സെയിലിന്റെ അനുസരിച്ച് 3 ആക്കുക, അല്ലെങ്കിൽ 4 ആക്കുക. അല്ല എല്ലാം 4 നാട്ടുകാരെ കാണിക്കാനായിട്ട്, മറ്റുള്ളവരെ കാണിക്കാൻ ഒരിക്കലും ബിസിനസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഐസ്ക്രീമിൽ തരുന്നവർ അവരവരുടെ കമ്പനിയിലെ ഫ്രീസർ മാത്രമേ അവർ യൂസ് ചെയ്യാൻ സമ്മതിക്കത്തുള്ളൂ. അപ്പൊ അതിന് പറ്റത്തില്ല. ഞാനിപ്പോ ഒരു ഓപ്ഷൻ ചെയ്തേക്കുന്നത് നമ്മൾ ഒരു ഫ്രീസർ വെച്ചുകൊണ്ട് അതിനകത്ത് ഒരു 3 ബ്രാൻഡ് കയറ്റുന്ന രീതി വലിയ ഫ്രീസർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ 2 3 എണ്ണം നമുക്ക് ഒഴിവാക്കാം. അപ്പൊ ഒന്നില് വർക്ക് ചെയ്യാന്നുള്ളത്. ഇതേ റിക്കറിങ് എക്സ്പെൻഡിച്ചർ ആണ് ഒരു ബിസിനസിനെ തകർക്കുന്നത്. അപ്പൊ അത് എങ്ങനെ കുറയ്ക്കാവുന്ന കാര്യം? സ്റ്റാഫ് എത്രയുണ്ട്? സ്റ്റാഫിനെ മാക്സിമം കുറയ്ക്കുക. സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് 21 സ്റ്റാഫ് ഉണ്ടായിരുന്നു, നമുക്ക് 6 സ്റ്റാഫ്. താനെ 24 മണിക്കൂറോടെ ഉണ്ടായിരിക്കുക. 23.5 അല്ല, 24 മണിക്കൂറോടെ. ഷട്ടർ പൊങ്ങിയോ താൻ അവിടെ ഷാനുണ്ട്. ഷട്ടർ അടയുമ്പോഴേ ഷാൻ വീട്ടിൽ പോകുന്നത്. അങ്ങനെയൊക്കെ കമ്മിറ്റഡ് ആകും. അതല്ലാതെ പിള്ളേരെ ഏൽപ്പിച്ചേച്ച് എല്ലാം ചെയ്ത് സൂപ്പർ മാർക്കറ്റിന് മുതലാളി പോകാന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ മുതലാളി കുറെ കഴിയുമ്പോൾ തൊഴിലാളിയാകും. നമ്മൾ ഇതിന്റെ ഒരു ഡയറക്ടർ നമ്മുടെ കമ്പനി LLP ആയിട്ട് ഇതാക്കിയേക്കുന്നത്. അപ്പൊ ഒരു ഡയറക്ടറും കൂടെ എന്റെ കൂടെ ഒപ്പം ഉണ്ട്. അപ്പൊ അവര് ലേഡീസിന്റെ കാര്യങ്ങളെല്ലാം, ലേഡീസിന്റെ കാര്യങ്ങളെല്ലാം അവര് തന്നെ നോക്കുന്നത്. ഞാൻ പറയുന്നത് നമ്മളുടെ കൺമുമ്പിൽ വേണം അവിടെ നടക്കുന്നത് എല്ലാം നടക്കാൻ. 1 കൊല്ലം 2 കൊല്ലം ഒക്കെ എപ്പോഴേ എല്ലാം നമുക്കറിയാം. പറയുമ്പോ നമ്മൾ വീട്ടിൽ പോയി ഇരിക്കി ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇപ്പൊ അവര് വന്നു, ആ വണ്ടിയിൽ നിന്ന് സാധനം ഇറക്കി, അതവിടെ സ്റ്റോക്ക് ചെയ്തു, ഇവിടെ ഇത് ചെയ്തു, ഇവിടെ ക്ലീൻ ചെയ്തു. ഇതെല്ലാം നമ്മുടെ മനസ്സിൽ കൂടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. മനസ്സിലായോ? അല്ല സാർ, ഞാൻ രാവിലെ 3 മണിക്ക് നമുക്ക് മീൻ എടുക്കാൻ 3 മണിക്ക് ഇറങ്ങും. അത് കഴിഞ്ഞതിന് ശേഷം ഇത് കൊണ്ടുവന്ന് സ്റ്റാഫിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഫ്രഷായി വീണ്ടും നമ്മളെ കടയിലേക്ക് തന്നെ വരുന്നത്. പിന്നെ 10 മണി കഴിഞ്ഞിട്ടേ പിന്നെ അവിടുന്ന് പോകത്തുള്ളൂ. അങ്ങനെയാണ് ഒരു റൂട്ടീൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അല്ല, നമ്മളെപ്പോഴും ഒരു പ്രസ്ഥാനം തുടങ്ങുമ്പോണ്ടല്ലോ, നമ്മൾ അവിടെ കാണുന്നത് ഇത് ഇനിഷ്യൽ സ്റ്റേജ് ഞാൻ പറയുന്നത്. അതൊരു ഫീസിബിൾ ആയി കഴിയുമ്പോൾ റിലയബിൾ ആയിട്ടുള്ള ഒരു സ്റ്റാഫിനെ കണ്ടെത്തി അവന് നമ്മള് ജോബ് കൊടുക്കണം. അതാണ് ചെയ്യേണ്ടത്. കാരണം ഈ തുടക്കത്തിൽ നമുക്ക് നല്ല സ്റ്റാഫ് ആരാ എന്നൊന്നും അറിയാനൊക്കത്തില്ല. ഇവിടെ ഒരു 25 വർഷം മുമ്പ് ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങി, പത്മ ടാക്കീസിന്റെ പുറകില്. അടിപൊളി സൂപ്പർ മാർക്കറ്റാ. മുതലാളിയായിട്ട് അയാൾ ഗൾഫുകാരനെ. അവസാനം ഈ പെമ്പിള്ളേരൊക്കെ പോകുമ്പോ ഈ കയ്യെ പറ്റുന്ന പെയിന്റും പിന്നെ ചെറിയ ചെറിയ വാനിറ്റി ബാഗ്